ഇന്ന് നമ്മൾ ആരപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ഇതൊരു വെറൈറ്റി പലഹാരമാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്. എല്ലാവരുടെ വീട്ടിലും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ആരപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട പഞ്ചസാരയും ശർക്കരയും ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് നമ്മൾ 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1 കപ്പ് അളവിൽ ശർക്കര കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പൊടിച്ച ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര അളന്നെടുത്തുള്ള സെയിം കപ്പിൽ തന്നെ 2 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗവിൽ വെച്ച് ഈ പഞ്ചസാരയും ശർക്കരയും നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുക. നന്നായിട്ടൊന്ന് ഉരുകി വന്നതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനെല്ലാം യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ മൈദാപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് പകുതിയോളം ഒഴിക്കുകയാണ്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശേഷം ബാക്കി വന്നിട്ടുള്ള ശർക്കരപ്പാനി മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അളന്നിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. 1 കപ്പ് ശർക്കരയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ആരപ്പത്തിൻ്റെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവെല്ലാം കുറച്ചുകൂടെ ഒന്ന് തിക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു അപ്പച്ചട്ടിയാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഒഴിക്കുക. എന്നിട്ടത് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു തവി ബാറ്റർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ബാറ്റർ ഒഴിച്ച ഉടനെ തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ലോ ഫ്ലെയിമിലിട്ട് ചുട്ടെടുത്താലാണ് ഇതുപോലെ നന്നായിട്ട് ആരെടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ആരപ്പം നമുക്ക് കിട്ടുക. ജസ്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മുകൾ വശമൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം പതിയെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചുവിട്ട് ചെറുതായിട്ട് കളറെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് എണ്ണ ഒഴിച്ച് ചുട്ടെടുക്കരുത്. കൂടിപ്പോയാൽ 3 ടേബിൾ സ്പൂൺ മാത്രം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ആരെല്ലാം വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.